എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഫേസ് 4 റാങ്ക് ലിസ്റ്റ് വഴിയുള്ള അഡ്മിഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ഓഗസ്റ്റ് 29-ാം തീയതി വരെ ഓൺലൈനായിട്ട് MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റായിട്ടുള്ള cap.mgu.ac.in/ugcap2024/index.jsp എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിരവധി സീറ്റുകളാണ് വിവിധ കോളേജുകളിൽ വേക്കൻസി ആയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്നുള്ളതും അതുപോലെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് എങ്ങനെയാണ് പരിശോധിക്കുക എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ ഏതെങ്കിലും ഓണേഴ്സ് പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടിയിട്ടുള്ളവർക്ക് അതായത് MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 4-നായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. 30-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ആദ്യം തന്നെ ഇവിടെ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫോർ ക്യാപ് ഫൈനൽ അലോട്ട്മെൻറ്റ് 3 എന്നാണുള്ളത്. 4 എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ലിങ്ക് വരും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്നാണ് കാണാൻ പറ്റുക. നാളെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അതായത് ഈ ഒരു ഓഗസ്റ്റ് 27-ാം തീയതി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് വരുന്നതാണ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ നാളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിൽ പോകുന്ന സമയത്ത് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ടയിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ പോയിട്ട് ഓൾറെഡി ലോഗിൻ ID ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇനി ഓരോ കോളേജിലും എത്ര വേക്കൻസി ഉണ്ടെന്ന് പരിശോധിക്കാനായിട്ട് കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രോഗ്രാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകും. ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോഴ്സസും കാണാം. നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സിൻ്റെ ഇവിടെ നേരെയുള്ള ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത്, ആ ഒരു കോഴ്സിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്താണ് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് കാണാം. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആ ഒരു കോഴ്സിൽ എന്തിനെക്കുറിച്ചാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷനുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നില്ലെന്ന് കൊടുത്തിട്ടുള്ളതിൽ സ്പെഷ്യലൈസേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് BA ഹോണേഴ്സ് എക്കണോമിക്സ് SF എന്ന് പറഞ്ഞിട്ട് കാണാം. SF എന്ന് പറഞ്ഞാൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ എക്സ്ട്രാ ഫീസ് അതായത് ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ ഇവിടെ SF എന്ന് കൊടുക്കാതെ ആ ഒരു സീറ്റുകളിൽ അതായത് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷന് താല്പര്യമുള്ള കോഴ്സസ് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊക്കെ കോഴ്സുകളിലാണ് വേക്കൻസി ഉള്ളതെന്ന് മനസ്സിലാക്കിയ ശേഷം വിദ്യാർത്ഥികൾ നേരത്തെയുള്ള ഈ ഒരു പേജിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് നൽകുക. ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജിലേക്കും നിങ്ങൾ ഓപ്ഷൻ നൽകി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യുക. അങ്ങനെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്താൽ ഒരു പ്രിൻ്റ് ഔട്ടൊക്കെ കിട്ടും. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം 30-ാം തീയതിയോടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇനി റാങ്ക് ലിസ്റ്റ് നോക്കി എങ്ങനെ അഡ്മിഷൻ നേടാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെയുള്ള പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ പ്രോഗ്രാംസിൻ്റെ നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ കോഴ്സസിൻ്റേത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് BA ഇംഗ്ലീഷുള്ള SF അല്ലാതെ കോഴ്സിലാണെന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അൽഫോൻസ കോളേജ് പാല ആ ഒരു കോളേജാണ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നത് എന്ന് കരുതുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ അടുത്തതായിട്ട് കാണാൻ പറ്റും റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 30-ാം തീയതി ഇവിടെ ഈ ഒരു പേജിൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഫേസ് 4 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇത് കഴിഞ്ഞ ആ ഒരു ഫേസ് 3 അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രത്യേകിച്ചൊന്നും വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് അൽഫോൻസ കോളേജ് പാലയാണ്. ഞാനിപ്പോൾ അവിടെ ഈ ഒരു ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ 26 സീറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആ ഒരു കോഴ്സിലെ സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് ഓപ്ഷൻ നമ്പർ 14 റാങ്ക് 1 ആണ്. അതായത് ഈ ഒരു കോഴ്സിലേക്ക് വേറെ കുട്ടികളാരും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഓപ്ഷൻസ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ
14ാമത്തെ ഓപ്ഷൻ നമ്പറാണിത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നൽകിയിട്ടുള്ള കോളേജുകളിലൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അവിടെ എത്ര സീറ്റ് വേക്കൻസി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കി കോളേജിൽ വിളിച്ച് നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ കോളേജിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവിടെ ഫീസ് എത്ര അടക്കണമെന്ന്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുവരേണ്ടത്, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 30-ാം തീയതി മുതൽ 31-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.